ഇന്ന് ചിക്കനും ബിരിയാണി റൈസും വെച്ചുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു വാട്ടയിറ്റാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വെച്ചാൽ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഞാൻ കഴിച്ചത് ഇതേ പുട്ടും ചിക്കൻ കറിയും പപ്പടും കട്ടൻ കാപ്പിയാണ് കേട്ടോ. ഈ പുട്ടും ചിക്കൻ കറിയും കൂടി കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും എന്റെ വീട്ടിലെ പൂരത്തിന്റെ ആ ഒരു ദിവസമായിട്ട്. കാരണം എളുപ്പവഴിക്ക് അമ്മ പുട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം വെക്കുക. ചിക്കൻ കറി ഓൾറെഡി വെക്കൂലോ, അപ്പൊ പിന്നെ എക്സ്ട്രാ കറിയൊന്നും പുട്ടിലേക്ക് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതേ ഉച്ചത്തേക്ക് ഞാൻ നമ്മുടെ ബിരിയാണി റൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതും പിന്നെ ചിക്കൻ കറിയും കുറച്ച് കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. TV കണ്ടിട്ട് കഴിക്കുന്നത്. വൈകിട്ട് ഇതേ തേജപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ തണ്ണിമത്ത ഇരിക്കണുണ്ട്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അവന് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തതാണ്. കണ്ടപ്പോ എനിക്കും കഴിക്കാൻ തോന്നിയപ്പോ അവന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനും കഴിച്ചു. പിന്നെ നൈറ്റ് തേജിഷ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് കുറച്ച് നാരങ്ങ വെള്ളം കളിക്കിണ്ടായിരുന്നു. അപ്പൊ ബാക്കി വന്ന് ഞാനും തേജപ്പനും കൂടിയിട്ടാണ് കുടിച്ചത്. പിന്നെ നമ്മുടെ ഡിന്നർ ഉണ്ടായിരുന്നത് ബ്രെഡും ചിക്കൻ കറിയും. പിന്നെ ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചൊരു ഡിഷാണ് കേട്ടോ അത്. അൽഫാം ഉണ്ടായിരുന്നത് കൊത്തി കീറി പൊളിച്ചിട്ട് ഇതേ സബോളൊക്കെ ഇട്ട് വാട്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടിയതാണ്. പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെൻചേട്ടൻ വരുമ്പോൾ ലഡുവും ജിലേബിയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ഈ ഒരു കുഞ്ഞി കഷ്ണം ലഡുവും തേജപ്പം കഴിക്കുന്ന ജിലേബിന്ന് ഇതേ ഒരു കഷ്ണം അവന്റെ ഒന്നും തട്ടിപ്പറിച്ച് കഴിച്ചിട്ടാണ് ഇന്നത്തെ ഫുഡിങ്ങിന്റെ ഡോറ് ഞാനിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.